നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അഹ്ലുസുന്നത്തി വൽ ജമാഅ. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഹദീത്താണ് ഹദീസുൽ ഇഫ്തിറാഖ് എന്നറിയപ്പെടുന്ന ഈ ഉമ്മത്ത് 73 വിഭാഗമായി ഭിന്നിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി നമ്മെ അറിയിച്ച ഹദീസ്. യഹൂദികൾ 71 വിഭാഗമായി ഭിന്നിക്കുകയും നസ്വാറാക്കൾ 72 വിഭാഗമായി ഭിന്നിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി ഭിന്നിക്കും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ. ആ 72-ൽ എല്ലാവരും നരകത്തിലാണ്, നരകത്തിൻ്റെ അവകാശികളാണ്. ശബ്ദം കുറവുണ്ട്. സഹാബികൾ ചോദിച്ചു, റസൂലെ, ആ ഒരു വിഭാഗം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, ഏതെങ്കിലും പ്രത്യേകം ഒരു പേരല്ല. അങ്ങനെ ഒരു പേര് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലുള്ള മുഴുവൻ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും ആ പേര് നമ്മൾ കാണുമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിശേഷണമാണ് പറഞ്ഞത്. മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി. ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിൽ നിലകൊള്ളുന്നുവോ, ഏതൊരു ദീൻ അനുസരിച്ച് ജീവിക്കുന്നുവോ, ഏതൊരു വിശ്വാസം ഉൾക്കൊള്ളുന്നുവോ, ആ രൂപത്തിൽ ദീൻ മനസ്സിലാക്കുകയും വിശ്വാസം സ്വീകരിക്കുകയും ചെയ്യുന്നവരാരാണോ അവർ ഈ പറഞ്ഞ ഒരു വിഭാഗത്തിൽപ്പെടുന്നവരാണ്. രക്ഷപ്പെടുന്ന അൽഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെട്ട വിഭാഗമെന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്നവർ അവരാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മാ അന അലൈഹി എന്ന് മാത്രമല്ല, ഞാൻ ഇന്ന് ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത് ആ മാർഗം സ്വീകരിക്കുന്നവരെന്നല്ല. ശരിക്കും ശ്രദ്ധിക്കണം. ഇന്ന് ഇസ്ലാമിക സംഘടനകൾ മുഴുവൻ, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഉടലെടുത്ത വ്യത്യസ്തങ്ങളായ കക്ഷികൾ, അവരെല്ലാം അവരുടെ ആദർശത്തിന്, അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് തെളിവ് പിടിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്, ഹദീസിൽ നിന്നാണ്. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാം എന്ന് തെളിവ് പിടിക്കുന്നവർ തെളിവ് പിടിക്കുന്നത് തൗറാത്തിൽ നിന്നോ ഇഞ്ചീലിൽ നിന്നോ അല്ല, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും ഹദീസുകളുമാണ്. CM മടവൂർ ലോകം നിയന്ത്രിക്കുന്നവനാണ് എന്ന് വാദിക്കുന്നവരും തെളിവ് പിടിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്താണ്. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന സൂറത്തു നാസിഅത്തിലെ ആയത്താണ്. ഏത് കക്ഷികളും തെളിവിന് അവരുടെ കൂടെ കൂട്ടുന്നത് വിശുദ്ധ ഖുർആനും ഹദീസുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ അന അലൈഹി എന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തത്. മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി. ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിൽ നിലകൊള്ളുന്നുവോ അതാണ് രക്ഷപ്പെട്ട വിഭാഗമെന്നാണ്. രക്ഷപ്പെട്ട മാർഗം ആ മാർഗമാണ്. നമുക്ക് പറയാനുള്ളത്, ഈ വ്യത്യസ്തങ്ങളായ ആശയങ്ങളെല്ലാം സ്വീകരിച്ച ആളുകളോട്
അവർ നിരത്തുന്ന ആയത്തുകളും ഹദീസുകളും, അതിന് നമുക്ക് പറയാനുള്ള മറുപടി, നിങ്ങൾ ഓതുന്ന ആയത്ത് അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ്, ആ ആയത്തും ഹദീസും അത് അവതരിച്ച കാലഘട്ടത്തിൽ ജീവിച്ച ആ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത സ്വഹാബത്ത്, ആദ്യത്തെ വിശുദ്ധ ഖുർആനിൻ്റെ അഭിസംബോധകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച ആ സ്വഹാബത്ത്, അവരിലാരെങ്കിലും നിങ്ങൾ ഈ പറയുന്നത് പോലെ വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്തിൽ നിന്ന് ഇപ്രകാരം മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ? ഇതാണ് മാനദണ്ഡം. എല്ലാവരും ഓതുന്നത് ആയത്താണ്, എല്ലാവരും പറയുന്നത് ഹദീസാണ്. ഹക്ക് എങ്ങനെ വേർതിരിയും? ഏതാണ് ഹക്കിൻ്റെ വിഭാഗമെന്ന്, യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കും? ഇതാണ് മാനദണ്ഡം. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്ന സൂറത്തുൻ നിസായിലെ ആയത്തോതിയിട്ട് ഔലിയാക്കളെ വിളിച്ച് തേടാം, അവർ നമ്മുടെ രക്ഷകരാണ് എന്ന് വാദിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങൾ ഓതുന്ന ആയത്ത് ശുദ്ധ ഖുർആനിലുള്ളത് തന്നെയാണ്, ഇല്ല എന്ന് നമുക്ക് സമർത്ഥിക്കാൻ പറ്റില്ല, ഉള്ളതാണ്. ഈ ആയത്ത് ലക്ഷക്കണക്കിന് സ്വഹാബികളിൽ ആരെങ്കിലും ഈ പറഞ്ഞ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ നമ്മളും അതുപോലെ ചെയ്യണം. ഇല്ല എന്നാണെങ്കിൽ ആര് തന്നെ പറഞ്ഞാലും തള്ളുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സ്വഹാബത്തിന് ഇത്ര ശ്രേഷ്ഠത വരാൻ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകളിൽ നിന്ന് സ്വഹാബത്തിൻ്റെ ഈ മാർഗമാണ് ഹക്കിൻ്റെ മാർഗമെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഏതാണ് ആയത്ത്? ഒരായത്ത് പറയും. സ്വഹാബികളുടെ മാർഗമാണ് ഹക്കിൻ്റെ മാർഗം, സ്വഹാബത്തിൻ്റെ മാർഗമാണ് നമ്മൾ പിൻപറ്റേണ്ടത് എന്നതിന് ശുദ്ധ ഖുർആനിൽ നിന്നൊരായത്ത്. മാഷാ അല്ലാഹ്, ശരിയാണ്, അതൊരു തെളിവാണ്. സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, അതിൽ തെളിവുണ്ട്. എന്താണ് തെളിവ്? വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ഏതാണ് സൂറത്ത്? തൗബ. സൂറത്ത് തൗബയിലെ ആയത്താണ്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്ന് ആദ്യമായി കടന്നു വന്നവരും അൻസാറുകളിൽപ്പെട്ടവരുമായ ആളുകൾ, അല്ലേ? അവരിൽ നിന്നും മുൻകടന്നു വന്ന ആളുകൾ, അവരുടെ മാർഗം, അല്ലേ? ശേഷം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വല്ലദീനത്തബഊഹും, അവരെ പിൻപറ്റിയവർ എന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തത്. വല്ലദീനത്തബഊഹും, അവിടെ ഒരു കണ്ടീഷൻ വെച്ച്, ബി ഇഹ്സാനിൻ. സ്വഹാബികളുടെ മാർഗം പറഞ്ഞപ്പോൾ അവിടെ ഒരു കണ്ടീഷനില്ല. മുൻഗാമികളായ മുഹാജിറുകളാവും അൻസാറുകളും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മുഹാജിറുകൾ അൻസാറുകൾ എന്നുള്ള പറഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടില്ല? അവരെ പിൻപറ്റുന്നതിലൊരു കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അവരെ ശേഷമുള്ളവരെ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു? വല്ലദീനത്തബഊഹും, അവരെ പിൻപറ്റിയവർ എങ്ങനെ പിൻപറ്റിയവരാകണം? ബി ഇഹ്സാനിൻ, ഇഹ്സാനോടുകൂടി പിൻപറ്റിയവരാണ്. യഥാർത്ഥ രൂപത്തിൽ അവരെ പിൻപറ്റിയവരാകണം. പിൻപറ്റേണ്ട രൂപത്തിൽ അവരെ പിൻപറ്റിയവർ, അവരും എന്താണ്? ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫിഹാ. ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താണ്? അവർക്ക് സ്വർഗമുണ്ട്, സ്വർഗത്തിൽ അരുവികളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇപ്പോൾ സ്വഹാബികൾ പറഞ്ഞപ്പോൾ പറയാത്തൊരു കണ്ടീഷൻ സ്വഹാബികളല്ലാത്ത മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതൊരായത്താണ്. പിന്നെ ഏതാണ് ആയത്ത്? ഓർത്തോക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട, നേരെ നമുക്ക് മനസ്സിലാവുന്ന ഒരായത്തുണ്ട്.
സൂറത്തുൽ ബഖറയിലായത്ത്. ഈ ആയത്ത് ഇന്നെല്ലാവരും മനപ്പാടാക്കണം. ഇപ്പം ഇവിടെ നിന്ന് മനപ്പാടാക്കി, ഇതിന് വീട്ടിൽ പോയിട്ട് മനപ്പാടാക്കണം. ഫഇൻ ആമനൂ, അഹ്ലു കിതാബുകാരെ കുറിച്ചാണ് പറഞ്ഞത്. ഫഇൻ ആമനൂ, ബാക്കി എന്താണ്? ബിമിസ്ലി മാ ആമൻതും ബിഹി, അവർ, ആര്? അഹ്ലു കിതാബിൽപ്പെട്ട ആളുകൾ. ഫഇൻ ആമനു, അവർ വിശ്വസിക്കുകയാണ് എങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ. ആരാണ് ഈ നിങ്ങൾ? ഈ ആയത്ത് അവതരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരാണ്? സ്വഹാബികളാണ്. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവർ നേർമാർഗത്തിലായി. വ്യക്തമായി മനസ്സിലാവുന്ന ആയത്ത്. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ അവർ നേർമാർഗത്തിലായി. അതിന് അഹ്ലു കിതാബുകാർക്ക് മാത്രം ബാധകമാണോ? ആണോ? അല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മനുഷ്യർക്കും ബാധകമാണ്. ആ സ്വഹാബികൾ ഏതൊരു വിശ്വാസം സ്വീകരിച്ചോ, ഏതൊരു ദീനൻ അവർ ഉൾക്കൊണ്ട് ജീവിച്ചോ, അത് അനുസരിച്ച് ആ വിശ്വാസം ഉൾക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള ഏതൊരു മനുഷ്യൻ ജീവിച്ചോ അവനിതിൽപ്പെടും. ഇനി ഇതിൽ പെടണമെങ്കിൽ ഏതെങ്കിലും പ്രത്യേകം ഒരു ഇസ്ലാമിക സംഘടനയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകം സംഘത്തിൻ്റെ കൂടെയോ മെമ്പർഷിപ്പോ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടോ? ഇല്ല. എന്താണ് തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഈ വിഭാഗം അവർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി, ഈ വിഭാഗം അവർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഹക്കിലുള്ളൊരു വിഭാഗം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും, അവരെ കൈയൊഴിക്കുന്നവരോ അതല്ലെങ്കിൽ അവർക്കെതിരായി നിൽക്കുന്നവരോ അവർക്കൊന്നും അവർക്ക് ഒരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി. ഈ ത്വാഇഫത്ത് എന്ന വാക്ക് അത് ഒരു വിഭാഗത്തിനും പറയും, അറബിയിൽ ഒരാളുള്ളൂ എങ്കിലും പറയും. ഒരാളുള്ളൂ എങ്കിലും ത്വാഇഫത്ത് എന്ന വാക്ക് പറയും. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണെന്നാണ് ഓർക്കണം. അദ്ദേഹത്തിൻ്റെ ഖൗൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്? അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ്, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഹക്കിനോട് യോജിച്ചതാണ്. വഇൻ കുന്ത വഹ്ദക്, നീ ഒറ്റക്കാണ് എങ്കിലും ആ വ്യക്തി മാത്രമേ ഒരു നാട്ടിലുള്ളൂ എങ്കിൽ അവനാണ് ജമാഅത്ത്. ഹക്കനുസരിച്ച് ഈ പറയുന്ന രൂപത്തിലുള്ള മാർഗത്തിൽ ഈ വ്യക്തി മാത്രമേ ഒരു നാട്ടിലുള്ളൂ എങ്കിൽ അവൻ മാത്രമേ ഹക്കിൻ്റെ ആളുള്ളൂ. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോൾ ഈ മാർഗം, സ്വഹാബത്തിൻ്റെ മാർഗം നമ്മൾ പിൻപറ്റണം എന്നുള്ളത് നമ്മുടെ ദീനിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. കാരണം എന്താണ്? ഇത് പിൻപറ്റിയാലല്ലാതെ ഒരു ആയത്തിനെ, ഒരു ഹദീത്തിനെ സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാലല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ദീൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഏറ്റവും സിമ്പിൾ ഉദാഹരണം എന്താണ്? ഒരാളൊരു ബിസിനസ് ആരംഭിക്കുക. ആ ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് അയാൾ എന്ത് ചെയ്യും? ഈ ബിസിനസ് വിജയിക്കണമെങ്കിൽ ഇതിനു മുമ്പ് ഈ ബിസിനസ് നടത്തി നല്ല നിലക്ക് വിജയിച്ച ഒരു വ്യക്തിയെ പോയി കാണും, അല്ലേ? ആ വ്യക്തി എങ്ങനെയാണോ ഈ ബിസിനസ് നടത്തിയത്, വിജയിക്കാൻ വേണ്ടി എന്തൊക്കെ മാർഗം ആ വ്യക്തി സ്വീകരിച്ചോ ആ മാർഗങ്ങളെല്ലാം സ്വീകരിക്കും. കാരണം എന്താണ്? അയാൾക്ക് ഈ ബിസിനസ് വിജയിക്കണമെന്നുള്ളതാണ്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വാഗ്ദാനം ചെയ്തതാണ്, വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവരും സ്വർഗത്തിലാണ്. അഹ്ലുസുന്നത്തി ജമാഅത്തിൻ്റെ വിശ്വാസമാണ്. സ്വഹാബികൾ മുഴുവൻ സ്വർഗത്തിലാണ്. നമ്മൾ ലക്ഷ്യം എന്താണ്? ഇവിടെ വന്നത് എന്തിനാണ്?
എന്തെല്ലാം കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യായിരുന്നു. കുടുംബത്തിന് വേണ്ടി ചെയ്യായിരുന്നു, നമ്മളെ സ്വന്തത്തിന് വേണ്ടി ചെയ്യായിരുന്നു, വേറെ എന്തൊക്കെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ ചെയ്യായിരുന്നു, നമുക്ക് വിനോദങ്ങളിൽ ഏർപ്പെടായിരുന്നു. ഇതെല്ലാം ഒഴിവാക്കി ഈ സമയം മാറ്റിവെച്ച് നമ്മളിവിടെ വന്നതെന്തിനാണ്? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിസ് സഈർ, ഒന്നില്ലെങ്കിൽ സ്വർഗം അതല്ലെങ്കിൽ നരകം, രണ്ടിലേതെങ്കിലും ഒരു ഓപ്ഷനേ ഉള്ളൂ. നരകമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, സ്വർഗമാണ് ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത്. ആ സ്വർഗത്തിൽ പോയവരാണ് സ്വഹാബികൾ. എന്തേ മാർഗമുള്ളൂ? സ്വർഗത്തിൽ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ സ്വഹാബികൾ പോയെങ്കിൽ അവരെന്താണോ ചെയ്തത്, അവരെന്ത് വിശ്വസിച്ചോ, അവരെന്ത് സൽക്കർമ്മം ചെയ്തോ, അവരെങ്ങനെ ദീനിനെ മനസ്സിലാക്കിയോ, എന്ത് അവർ ദീനായിട്ട് മനസ്സിലാക്കില്ലയോ അതേപോലെ നമ്മൾ കണക്കാക്കിയാൽ മതി. അതേപോലെ നമ്മൾ വിശ്വസിക്കുകയും അതേപോലെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ് നമുക്കും സ്വർഗത്തിൽ പോകാൻ പറ്റും. സഹോദരങ്ങളെ, ഇത് അടിസ്ഥാനമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 73 വിഭാഗമായി ഭിന്നിക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഹദീസിൽ. 73 വിഭാഗമായി ഭിന്നിക്കുമെന്ന് പറഞ്ഞു. ഈ 73-ലെ 72 നരകത്തിൻ്റെ അവകാശികളാണ് എന്നും പറഞ്ഞു. ഏതാണ് ഈ 72? 72 ഏതാണ്? ഈ 72 എന്നത് ഇസ്ലാമിൻ്റെ അകത്തുള്ളവരാണോ പുറത്തുള്ളവരാണോ? അകത്തുള്ളവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി അംഗീകരിക്കുന്ന, അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, റസൂലിൻ്റെ ദഅവത്തിന് ഉത്തരം നൽകിയ ഉമ്മത്തുൽ ഇജാബയാണ്. അതായത് റസൂലിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ എണ്ണോണി പറയണത് 72, പുറത്തുള്ളവരല്ല. അപ്പം ഇനി നമ്മളൊന്ന് ചിന്തിക്കാം. നമ്മൾ ചെറുപ്പത്തിൽ ഒരു മുസ്ലിമായ വാപ്പയുടെയും ഉമ്മയുടെയും മകനായി ജനിച്ചു. ഒരു 4-5 വർഷം മദ്രസയിൽ പഠിച്ചു. ഒരു വകതിരിവില്ലാത്ത കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഒരു കാലഘട്ടത്തിൽ ആരുടെയോ നിർബന്ധത്തിനോ വഴങ്ങി രാവിലെ എഴുന്നേറ്റ് മദ്രസയിൽ പോയി കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ആ പഠിച്ച കാര്യങ്ങളുമായി ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല, കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല, എന്താണ് എൻ്റെ വിശ്വാസമെന്ന് പരിശോധിക്കണില്ല, എൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് ഒരു വിചിന്തനം നടത്തണില്ല, അതിലെന്താണ് പാകപ്പിഴവുകളുണ്ടോ കുറവുണ്ടോ എന്നൊരു പരിശോധനയില്ല. ഇങ്ങനെ നമ്മൾ ജീവിച്ചു പോയാൽ നമുക്ക് എന്തുറപ്പുണ്ട് ഈ 72-ൽ നമ്മൾ പെടുകയില്ലെന്നുള്ളത്? ഈ 72-ൽ പെടാതെ ഈ 1-ൽ പെടണമെങ്കിൽ സിമ്പിളാണ്. കാരണം എന്താണ്? ഈ 72-നെ കുറിച്ചും പഠിക്കേണ്ടതില്ല, ഈ 1-നെ കുറിച്ച് കൃത്യമായി പഠിച്ചാൽ മതി. ആ ഒന്നിൻ്റെ വിശേഷണങ്ങളോട് എൻ്റെ ജീവിതവും എൻ്റെ വിശ്വാസവും യോജിക്കുന്നുണ്ടോ എങ്കിലൊക്കെ. അങ്ങനൊരു പരിശോധന നമ്മൾ ഇതുവരെ നടത്തിയിട്ടുണ്ടോ? ചിന്തിക്കേണ്ട വിഷയമാണ്, ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇത് നരകത്തിനെയും സ്വർഗത്തിനെയും തമ്മിൽ വേർതിരിക്കുന്ന വിഷയമാണ്. 72 നരകത്തിലാണെന്നാണ് പറയണത്. അപ്പോൾ ഈ 1 മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ 1 ആകാൻ നമ്മൾ പരിശ്രമിക്കണ്ടേ? എത്രമാത്രം നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്? ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇതിനു മുമ്പ് കൊറോണയ്ക്ക് മുമ്പ് മുസ്ലിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നു. ഇപ്പോൾ SIR എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം വന്നു. അതിൽ ലിസ്റ്റിലില്ലാത്തവർ ഈ നാട്ടിൽ നിന്ന് പോകണം, അവർക്ക് ഇന്ത്യയിലെ പൗരത്വം നിഷേധിക്കപ്പെടുമെന്നെല്ലാം പറഞ്ഞപ്പോൾ നമ്മളെന്താണ് ചെയ്തത്? ഈ SIRൽ പേര് ചേർക്കാൻ വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെട്ടു, എത്ര ക്യൂ നിന്നു, എത്ര സമയം ചിലവഴിച്ച്, എത്ര ജോലി ലീവ് എടുത്ത് പോയി നമ്മൾ. ഇതെല്ലാം നമ്മൾ ചെയ്തു എന്തിനു വേണ്ടിയാണ്? ഇന്ത്യയിൽ വീഴാൻ വേണ്ടി, ഇന്ത്യയിലെ ഈ അംഗത്വത്തിൽ വീഴാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും പരിശ്രമിച്ചത്. ഒന്ന് ചിന്തിക്കുക. ഈ 72-ൽ പെടാതെ ഈ 1-ൽ വീഴണം. ഇതെന്ത് വീഴ്ചയാണ്? സ്വർഗത്തിലേക്കുള്ള വീഴ്ചയാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വീഴ്ചയാണ് ഈ 1-ൽ വീഴാന്ന് പറഞ്ഞാൽ. അതിനുവേണ്ടി എത്ര നമ്മൾ കഷ്ടപ്പെടണം, എത്ര കഷ്ടപ്പെടണം, ചിന്തിക്കണം. വെറുതെ പറയണല്ല, ശരിക്കും ആലോചിക്കുക. കേവലം വെറുതെ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോയി കുറേ ഇൻഫർമേഷൻസ് തല കയറ്റിയിട്ട് കാര്യമില്ല. ചിന്തിക്കുക, ജീവിതത്തിനൊരു ലക്ഷ്യം വേണം. ഈ 1-ൽ പെടാൻ നമ്മൾ എന്ത് ചെയ്തു, എന്ത് പഠിച്ചു ദീനിൽ നിന്ന്? ചിന്തിക്കേണ്ട വിഷയമാണ്. ഇനി അടുത്തൊരു കാര്യം പറയാം. ഈ 72 വിഭാഗത്തിനും സംഭവിച്ചിട്ടുള്ള അബദ്ധം വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണ്.
ദീനിൻ്റെ അടിസ്ഥാനം വിശ്വാസം. കർമ്മപരമായ കാര്യങ്ങളിൽ ഒരുപക്ഷെ വിശാലതയുള്ള വിഷയങ്ങളുണ്ടാകാം. ഒരു വ്യക്തി ചെയ്യുന്നതിന് നേർവിപരീതം ഒരുപക്ഷെ മറ്റേ വ്യക്തി ചെയ്യുന്നുണ്ടാവും. അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിയ ഹദീസിൻ്റെയോ ആയത്തിൻ്റെയോ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ടാകാം. ദീൻ അനുവദിച്ച വിശാലമായ മേഖലകളുണ്ട്, പരസ്പരം എതിർക്കപ്പെടേണ്ടതില്ലാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ 72 വിഭാഗത്തിനും സംഭവിച്ചിട്ടുള്ള അബദ്ധം വിശ്വാസത്തിൽ സംഭവിച്ചിട്ടുള്ള അബദ്ധമാണ് എന്നുള്ളതാണ് നമ്മേറെ ചിന്തിപ്പിക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? ദീൻ പഠിക്കാനിരിക്കുന്ന ഒരാൾ, ദീൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, സ്വന്തം നഫ്സിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി ആദ്യം എന്ത് പഠിക്കണം? വിശ്വാസ കാര്യങ്ങൾ പഠിക്കണം. അവൻ്റെ വിശ്വാസം ശരിയാകണം. വിശ്വാസം ശരിയല്ല എങ്കിൽ, വിശ്വാസത്തിൽ ശിർക്കിൻ്റെയോ മറ്റോ അംശമുണ്ട് എങ്കിൽ ഇൻ അശ്റക്ത ലയഹ്ബത്തന്ന അമലുക്, നീ എങ്ങാൻ ശിർക്ക് ചെയ്താൽ റസൂലെ താങ്കളുടെ മുഴുവൻ അമലും പാഴായി. വിശ്വാസമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സ്വീകരിച്ചിട്ടുള്ള ചില അടിസ്ഥാനങ്ങൾ. ആ അടിസ്ഥാനങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിനും അതുപോലെ തന്നെ അതിനെതിരായ വിശ്വാസങ്ങൾക്ക് മറുപടി കൊടുക്കാനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സ്വീകരിച്ചിട്ടുള്ള അടിസ്ഥാന ചില ഖായിദകൾ, തത്വങ്ങൾ മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഓരോന്നും പിന്നീട് പഠിക്കണം. അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കണം. പഠനമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമായി മാറും. പഠനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിർബന്ധ സാധനമാണ്. ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പഠിച്ചിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഷെയ്ഖ് സ്വാലിഹ് അസിന്ദി ഹഫിദുല്ലാഹ് അഖീദയുടെ വിഷയത്തിൽ, വിശ്വാസകാര്യങ്ങളുടെ വിഷയത്തിൽ കൂടുതൽ ആഴത്തിൽ പഠിച്ച, ഇന്ന് ജീവിച്ചിരിക്കുന്ന ജാമിഅ ഇസ്ലാമിയയിലെ മസ്ജിദ് നബവിയിലൊക്കെ അധ്യാപകനായ സ്വാലിഹ് സിന്ദി ഹഫിദുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ അഖീദത്തുൽ വാസിത്തിയ എന്ന ഗ്രന്ഥം അദ്ദേഹം പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ചില തത്വങ്ങളാണ്. അതാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എത്ര മണിവരെയാണ് ഉദ്ദേശിക്കുന്നത്? ബാങ്ക് 8:20 ബാങ്ക്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അവർ ദീൻ സ്വീകരിക്കുന്നത്, അതല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കുന്നത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമാണ്. അതാണ് അടിസ്ഥാനം. വിശുദ്ധ ഖുർആനും ഹദീസുമാണ് ദീൻ മനസ്സിലാക്കുന്നതിൻ്റെ, വിശ്വാസകാര്യങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം. എന്താണ്? എവിടേക്കാണ് മടങ്ങേണ്ടത്? ശുദ്ധ ഖുർആനിലേക്കും ഹദീസിലേക്കുമാണ്. അതല്ലാതെ ആരെങ്കിലും സ്വപ്നം കണ്ടതോ, അതല്ലെങ്കിൽ പുതിയ ആധുനിക പുരോഗമനവാദികൾ പറയുന്നത് പോലെയുള്ള പുതിയ ന്യൂ ജനറേഷൻ, അല്ലെങ്കിൽ സയൻസ് കണ്ടുപിടിച്ചതോ മറ്റോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസകാര്യങ്ങളോ അതൊന്നുമല്ല നമ്മുടെ അടിസ്ഥാനം. എന്താണ്? വിശ്വാസകാര്യങ്ങൾ സ്വീകരിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ, അതല്ലെങ്കിൽ ഹദീസ്. രണ്ടാമത്തെ ഖായിദ, രണ്ടാമത്തെ തത്വം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ദീൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇനി അതിൽ എന്തെങ്കിലും പുതിയ ആധുനിക കണ്ടുപിടുത്തങ്ങൾക്കനുസരിച്ചോ അതല്ലെങ്കിൽ പുതിയ തലമുറകൾക്കനുസരിച്ചോ
നമ്മുടെ നാടിൻ്റെ പുരോഗമനങ്ങൾക്കനുസരിച്ചോ ഒന്നും ഒരു കാര്യം പോലും അതിൽ കൂട്ടേണ്ടതില്ല. എല്ലാം പറഞ്ഞു തന്നു. ദീൻ പൂർണ്ണമാണ്. ദീൻ പൂർണ്ണമാണ്. വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ശൈ. റസൂലേ, താങ്കൾക്ക് മേൽ നാം അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഗ്രന്ഥം തിബിയാനൻ, അത് വിശദീകരിച്ചു തരുന്ന ഗ്രന്ഥമാണ്, വ്യക്തമാക്കി തരുന്ന ഗ്രന്ഥമാണ്. എന്തിന്? തിബിയാനൻ ലികുല്ലി ശൈ, എല്ലാ കാര്യവും ഒന്നും വിട്ടിട്ടില്ല. എല്ലാ കാര്യവും ദീൻ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഹക്കായി എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ദീനിൽ, ഖുർആനിലോ സുന്നത്തിലോ തെളിവ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാത്തിലായി എന്തെല്ലാം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഉടലെടുത്തിട്ടുള്ള എന്തെല്ലാം ആശയങ്ങളുണ്ടോ, ബിദ്അത്തിൻ്റെ എന്തെല്ലാം ആദർശങ്ങളുണ്ടോ, ബാത്തിലായി എന്തൊക്കെയുണ്ടോ അതിനെല്ലാത്തിനും ഖുർആനിലും ഹദീസിലും റദ്ദുണ്ടാവും. ഖുർആനിലും ഹദീസിലും അതിനുള്ള മറുപടി ഉണ്ടാവും. എന്താദർശം വന്നത് സംശയമുണ്ടാകും. എന്തൊരു പുതിയ ആദർശം ഇനി നാളെ ഒരാൾ പുതിയൊരു തത്വം ഉണ്ടാക്കിയാലും, പുതിയൊരു ത്വരീഖത്ത് ഒരാശയം ഉണ്ടാക്കി വന്നാലും അതിന് റദ്ദ് അവിടെ ഉണ്ടാവും. ഖുർആനിലും ഹദീസിലുണ്ടാവും, യാതൊരു സംശയം. മൂന്നാമത്തെ തത്വം, അഹ്ലുസുന്നത്തി വൽ ജമാഅ സ്ഥിരപ്പെട്ട ഖുർആനിലെ ആയത്തുകളോ സ്ഥിരപ്പെട്ട ഹദീസുകളോ ആയി എന്തൊക്കെ വിശ്വാസകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ അതെല്ലാം വിശ്വസിക്കുകയും അതിന് കീഴൊതുങ്ങുകയും ചെയ്യും. ആ വിഷയത്തിൽ ഗൈബിയായ വിശ്വാസപരമായ മറഞ്ഞ കാര്യങ്ങളായി എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതിലൊന്നിൽ പോലും അതിനെ എതിരിടാതെ, അതിനെ എതിർക്കാതെ വിശ്വസിക്കും എന്നുള്ളതാണ്. അതിൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ബുദ്ധിയുടെ പരിധിയിൽ അതിനെ കൊണ്ടുവന്ന് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അതല്ലെങ്കിൽ ഇന്നത്തെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്ക് യോജിക്കുന്നില്ല, അതല്ലെങ്കിൽ ഈ നാടിൻ്റെ സാഹചര്യത്തിന് യോജിച്ചതല്ല, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഇതൊക്കെ പുറത്തു പറഞ്ഞാൽ ആളുകൾ എന്ത് ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കും, ഇതൊന്നും ന്യായമല്ല. എന്ത് ഖുർആനിൽ വന്നോ വിശ്വാസപരമായ കാര്യങ്ങളായി ഹദീസിൽ, സ്ഥിരപ്പെട്ട ഹദീസിൽ എന്തൊക്കെ വന്നോ അതെല്ലാം സ്വീകരിക്കുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി അൻ യഖൂലു സമിഅനാ വഅതഅന. എന്ത് അള്ളാഹു പറഞ്ഞോ റസൂൽ പറഞ്ഞോ, സമിഅനാ ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅതഅന ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ നിലപാട്. കാരണം എന്താണ്? ബുദ്ധിക്ക് അവിടെ സ്ഥാനമുണ്ടാകില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല, നിങ്ങളൊന്ന് ചിന്തിക്കുക, മരണത്തിന് ശേഷം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ ഖബർ ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട്, അവിടെ ബുദ്ധി കൊണ്ട് അതിന് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പല കാര്യങ്ങളും നിഷേധിക്കുന്നവരുണ്ട്. എങ്ങനെയാണ് നിഷേധിക്കാൻ സാധിക്കുന്നത്? ഇവൻ്റെ ബുദ്ധിക്ക് എന്ത് ശക്തിയാണുള്ളത്? ഒന്ന് ചിന്തിക്കുക. വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ഹദീസുകളെ നിഷേധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ഇൽമിൽ നിന്ന്, അറിവിൽ നിന്ന് നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ നൽകിയിട്ടുള്ളൂ. മുഴുവൻ നൽകിയിട്ടില്ല. അറിവിൽ നിന്ന് മുഴുവൻ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിന്റെ ബുദ്ധിക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതുണ്ടെന്ന്. വേറൊരു തെളിവ് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദു വമൻ ഫീഹിന്ന വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി. ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നു, ഒന്നും തന്നെ ഇല്ല അള്ളാഹുവിനെ തസ്ബീഹ് നടത്താത്തതായിട്ട്. ഇതെങ്ങനെ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും? ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട എന്നാണ് അള്ളാഹു പറഞ്ഞത്. കാരണം എന്താണ്? ബാക്കി എന്താണ് ആയത്തിൻ്റെ ബാക്കി?
അറിയോ? വലാകിൻ പക്ഷേ ലാ തഫ്ഖഹൂന തസ്ബീഹഹും അവരുടെ തസ്ബീഹ് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. തസ്ബീഹ് നടത്തണുണ്ട്, എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ആയത്ത് അംഗീകരിക്കുന്നവരാണ് ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളെ തള്ളുന്ന ആളുകൾ. വിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞു, അശ്ശംസു വൽ ഖമറു യസ്ജുദാൻ, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇതെങ്ങനെയാണ് ബുദ്ധി കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റുക? ഇതേ ആയത്തുകൾ അംഗീകരിക്കുന്നവരാണ് നിരവധി ഹദീസുകളെ തള്ളുന്നത്. വൈരുദ്ധ്യമാണ്. ഏപ്പെട്ട നിങ്ങൾ എടുത്തു വയ്ക്കോ, ഖുർആനും ഹദീസിനും എതിര് ഒരുത്തൻ കൊണ്ടുവന്നോ വൈരുദ്ധ്യം ഉണ്ടാവും. ഖുർആനും യഥാർത്ഥ ഹക്കിനെതിരായിട്ട് എന്തൊരാദർശം കൊണ്ടുവന്നോ നമുക്ക് വൈരുദ്ധ്യം കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ്. അപ്പോൾ മൂന്നാമത്തെ തത്വം, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളോ സ്ഥിരപ്പെട്ട ഹദീസുകളിൽ നിന്നോ വ്യക്തമായി വന്നിട്ടുള്ള എന്തൊക്കെ വിശ്വാസ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ സത്യപ്പെടുത്തുകയും അംഗീകരിക്കുകയും അതിന് കീഴൊതുങ്ങുകയും ചെയ്യുമെന്നുള്ളതാണ്. അവിടെ നമ്മൾ എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ തള്ളുകയില്ല. ഇത് നിസ്സാര കാര്യമല്ല സഹോദരങ്ങളെ. ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ കേരളത്തിലും സ്വന്തം വീട്ടിലിരുന്ന് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ, ആദർശങ്ങൾ. എത്രയോ ആളുകൾ ഇതിൻ്റെ ഫസാദിൽപ്പെട്ട് പോയിട്ടുണ്ടെന്നറിയോ, ദീനിൽ നിന്ന് വഴിതെറ്റി. ഒരു കാലഘട്ടത്ത് വലിയ പ്രബോധകന്മാരായിരുന്ന ആളുകൾ വരെ, അതല്ലെങ്കിൽ ദീനിൽ സജീവ ദഅവത്തിൻ്റെ മേഖലയിൽ ആളുകളെ ഹക്കിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരുന്ന ആളുകൾ വരെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ പിന്നാലെ പോയതായി കാണാൻ സാധിക്കും. അല്ലാഹുൽ മുസ്തആൻ. നമ്മളെപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുവേ, നീയാണ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവൻ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേന്ന് നമ്മളെപ്പോഴും ദുആ ചെയ്യണം. നാലാമത്തെ തത്വം, വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ഒരു കാര്യം, അതല്ലെങ്കിൽ ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു കാര്യം പരസ്പരം വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്തിനോ അതല്ലെങ്കിൽ ഹദീസിലെ തന്നെ മറ്റൊരു ഹദീസിനോ ഒരിക്കലും എതിരാവുകയില്ല. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, ആ ആയത്ത് വിശുദ്ധ ഖുർആനിലെ തന്നെ മറ്റൊരായത്തിനോടോ അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളിൽ മറ്റേതെങ്കിലും ഒരു ഹദീസിനോടോ ഈ ആയത്ത് ഒരിക്കലും എതിരാവുകയില്ല. അതുപോലെ സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ സ്ഥിരപ്പെട്ടു വന്ന മറ്റൊരു ഹദീസിനോടോ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിനോടോ എതിരാവുകയില്ല. കാരണം എന്താണ്? വിശുദ്ധ ഖുർആൻ എവിടെ നിന്നാണ് ഇറങ്ങിയത്? അള്ളാഹുവിൻ്റെ വക്കൽ നിന്നാണ്. ഹദീസുകൾ എവിടെ നിന്ന്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഹവ അനുസരിച്ചൊന്നും സംസാരിക്കില്ല, വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഒരിക്കലും ഇത് രണ്ടും റബ്ബിൻ്റെ പക്കൽ നിന്നാണ് എങ്കിൽ ഒരിക്കലും വൈരുദ്ധ്യം ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, ഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഇതെങ്ങാൻ റബ്ബിൻ്റെ പക്കൽ നിന്നല്ല ഇരുന്നുവെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് വൈരുദ്ധ്യം കാണാമായിരുന്നു. ഒരിക്കലും വൈരുദ്ധ്യം ഉണ്ടാവില്ല. എന്നാൽ ശരിക്കും ശ്രദ്ധിക്കണം, എന്നാൽ ഒരായത്ത് നമ്മൾ പ്രത്യക്ഷത്തിൽ നേരെ അതിൻ്റെ മലയാളം അർത്ഥം എടുത്ത് വായിക്കുകയും അതേപോലെ വേറെ ഏതെങ്കിലും ഒരായത്ത് വായിക്കുന്ന സമയത്ത് നേരെ മലയാള അർത്ഥം വായിക്കുമ്പോൾ ഒരു പക്ഷേ ഈ ആയത്തിനോടെതിരായിട്ട് തോന്നിയേക്കാം. അതല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഒരു ഹദീസ് മറ്റൊരു ഹദീസിനോട് എതിരായി നമുക്ക് തോന്നിയേക്കാം. ശരിക്കും ശ്രദ്ധിക്കണം, തോന്നാം. ഒരു ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ ആയത്തിൽ പറഞ്ഞു,
ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ റസൂലെ താങ്കൾക്ക് സാധിക്കുന്നതല്ല. ശരി, നമ്മൾ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആനോ ഹദീസോ പരസ്പരം വൈരുദ്ധ്യമുണ്ടാവുകയില്ല എന്നാണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ ഒരു പക്ഷേ നമുക്ക് വൈരുദ്ധ്യമായി തോന്നിയേക്കാം. അത് നമ്മുടെ അറിവില്ലായ്മയാണ്. അറിവുള്ളൊരു പണ്ഡിതൻ്റെ അടുക്കൽ അതുകൊണ്ട് ചെന്നാൽ ആ വൈരുദ്ധ്യം അവിടെ ക്ലിയർ ചെയ്ത് തരും. എന്താണ് ഈ സാധനം എന്ന് വേർതിരിച്ചു തരും. ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ, ഇഷ്ടപ്പെടുന്നവരെ താങ്കൾക്ക് ഹിദായത്തിലാക്കാൻ പറ്റില്ല. ഇനി മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇന്നക എന്നാണ് പറഞ്ഞത്. ശരിക്കും ശ്രദ്ധിക്കണം. ഇന്നക, തീർച്ചയായും താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ പറ്റുകയില്ല. സൂറത്തു ശൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 52-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വ ഇന്നക, തീർച്ചയായും താങ്കളാണ് ലതഹ്ദീ ഇലാ സിറാത്തി മുസ്തഖീം, സിറാത്ത് മുസ്തഖീമിലേക്ക് ഹിദായത്ത് നൽകുന്നത് താങ്കളാണ്. വൈരുദ്ധ്യമുണ്ടാ? ഇത് നേരെ അർത്ഥം വെച്ചാൽ മലയാളത്തിൽ ഇങ്ങനെ കിട്ടാം. രണ്ടിടത്തും പ്രയോഗിച്ച് തീർച്ചയായും എന്നുള്ള ഉറപ്പിച്ച് പറയണം. ആദ്യം പ്രയോഗിച്ചത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, തീർച്ചയായും താങ്കൾ ഉദ്ദേശിക്കുന്നവരെ താങ്കൾക്ക് ഹിദായത്തിലാക്കാൻ പറ്റില്ല. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ് അതേപോലത്തെ ഇന്നക, തീർച്ചയായും വേറൊരു ലാമും കൂടി ചേർത്തില്ല, അത് ഉറപ്പിക്കാൻ പിന്നെ ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തി മുസ്തഖീം, സിറാത്ത് മുസ്തഖീമിലേക്ക് താങ്കളാണ് ഹിദായത്ത് നൽകുന്നത്. അതേ പ്രയോഗം, ഇന്നക ലാ തഹ്ദീ വ ഇന്നക ലതഹ്ദീ. ലാ തഹ്ദീ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, ലതഹ്ദീ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. ഇത് വളരെ ചിന്തിക്കേണ്ട വിഷയമുണ്ട്. എന്തുകൊണ്ട് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, അടിസ്ഥാന ഖായിദയായിട്ട് ഇത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വളരെ ഇസ്ലാമിനെ എതിർക്കാൻ വിശുദ്ധ ഖുർആനിൻ്റെ സത്യതയെ പൊളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആയുധം. പ്രത്യക്ഷത്തിൽ ഇങ്ങനെ വൈരുദ്ധ്യം തോന്നുന്ന ആയത്തുകളെടുത്ത് പ്രചരിപ്പിക്കാൻ, അറിവില്ലാത്തവൻ അതിൽ അകപ്പെട്ട് ഖുർആൻ വൈരുദ്ധ്യമുള്ള എന്ന് പറഞ്ഞ് ദീനിൽ നിന്ന് തന്നെ തിരിച്ചു. അല്ലാഹു മുസ്തആൻ, ഗൗരവമുള്ള വിഷയം. ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇവിടെ ഒന്നാമത് പറഞ്ഞത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത എന്ന് പറഞ്ഞത് ഹിദായത്തു തൗഫീഖാണ്. ഹിദായത്ത് രണ്ട് തരമുണ്ട്. ഒരാൾ ഹിദായത്തിലാക്കുക എന്നുള്ളത്, ഒരാൾ ഹിദായത്ത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. അത് അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ, അത് റസൂലിന് പറ്റില്ല ഒരാൾ ഹിദായത്ത് സ്വീകരിപ്പിക്കാൻ. പക്ഷെ രണ്ടാമത് പറഞ്ഞത് താങ്കളാണ് സിറാത്ത് മുസ്തഖീമിലേക്ക് ഹിദായത്ത് നൽകുന്നത് എന്നതിൻ്റെ ഉദ്ദേശം ഹിദായത്തുൽ ഇർഷാദാണ്, ഹിദായത്തു ദലാലയാണ്, ഹിദായത്ത് കാണിച്ചു കൊടുക്കലാണ്. കാണിച്ചു തരൽ റസൂലിൻ്റെ ബാധ്യതയാണ്. സിറാത്ത് മുസ്തഖീം കാണിച്ചു തരാ എന്നുള്ള ഹിദായത്ത് ആരാണ് ചെയ്യുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നിയോഗിച്ചത്. അതാണ് ഇവിടെ ഉദ്ദേശം. രണ്ടാമത്തേത്. ഒന്നാമത്തേത് ഹിദായത്തു തൗഫീഖാണ്. രണ്ടും രണ്ട് ഉദ്ദേശമുണ്ട്.
പ്രത്യക്ഷത്തിൽ പക്ഷേ സെയിമാണ്. ഇതുപോലെയാണ് എല്ലാ വൈരുദ്ധ്യവും. ഇത് ചെറുതൊന്നല്ല, ഇത് 1-2 പോയിൻ്റ് മാത്രമേ, 1-2 ആയത്തല്ല ഇങ്ങനെയുള്ളത്. ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ പണ്ഡിതനാണ്, വലിയ മുഫസ്സിറാണ് മുഹമ്മദ് അമീൻ അഷ്ശൻഖീത്തി എന്ന് പറയുന്ന പണ്ഡിതൻ, സലഫി ആലിമാൻ റഹിമഹുല്ലാഹ് റഹ്മത്തൻ വസിയ. അദ്ദേഹത്തിന് ഈ വിഷയത്തിലൊരു കിതാബുണ്ട്, ദഫ്ഉ ഈഹാമിൽ ഇദ്തിറാബ് അൻ ആയാത്തിൽ കിതാബ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ തമ്മിലുള്ള ഈ പരസ്പര വൈരുദ്ധ്യം തോന്നുന്ന, സംശയം തോന്നുന്നതിനെ തകർത്ത് കളയുക, അതിനെ എതിർക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എഴുതിയ കിതാബാണ്. ചെറിയ പേജൊന്നുമല്ല, ഇല്ല, കട്ടിയുള്ള പുസ്തകമാണ്. ഇങ്ങനെയുള്ള പല ആയത്തുകളുണ്ട്. ഇത് ഇന്നും പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും ഇങ്ങനത്തെ ആളുകൾ വീഡിയോസും കാര്യങ്ങളും ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വാട്സപ്പും തുറക്കുമ്പോൾ ഇങ്ങനെ വരും. എല്ലാ ഫാമിലി ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ എല്ലാ സുഹൃത്തുക്കളെ പഴയ കാല ക്ലാസ്മേറ്റ് ഗ്രൂപ്പിലോ ഇങ്ങനെ വരും. അപ്പോൾ ഒരു പക്ഷേ നമ്മളെടുത്ത് ക്ലിക്ക് ചെയ്യും, നമ്മളും കേൾക്കുമ്പോൾ നമ്മളും പെട്ടു. ഇതിങ്ങനെയാണല്ലോ. ഈ അടിസ്ഥാനം ശരിക്കും മനസ്സിലാക്കി വെക്കാം. ഒരായത്തും ഒരിക്കലും ഒരായത്തിനോ മറ്റൊരായത്തിനോ ഒരു ഹദീസിനോ എതിരാവില്ല. ഒരു ഹദീസും മറ്റൊരു ഹദീസിനോ വിശുദ്ധ ഖുർആനിലോ ഒരായത്തിനോ എതിരാവുകയില്ല. ഇത് അള്ളാഹിൻ്റെ വഹിയാണ്, യാതൊരു സംശയമില്ല. അള്ളാഹു ഇത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലൊരു വൈരുദ്ധ്യം ഉണ്ടാകില്ല എന്നുള്ളതാണ്. 5ാമത്തെ ഖായിദ സഹോദരങ്ങളെ, എത്ര മണിക്കാണ് നിർത്തേണ്ടത്? കറക്റ്റ് പറഞ്ഞു. 8:20. ഓക്കെ. 5ാമത്തെ ഖായിദ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. എന്താണ്? ഇസ്ലാമിലെ വിശ്വാസകാര്യങ്ങളാകട്ടെ ഇനി കർമ്മപരമായ കാര്യങ്ങളാകട്ടെ എന്ത് തന്നെയായാലും ഒരായത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻഗാമികളായ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെയാണ്. അതായത് ഈ സ്വഹാബത്ത് മനസ്സിലാക്കിയത് മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, ആ രക്ഷപ്പെട്ട വിഭാഗം ഞാനും എൻ്റെ സ്വഹാബത്തും വിശ്വസിച്ച വിശ്വാസം സ്വീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞവരിൽ നമ്മൾ പെടണമെങ്കിൽ 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ അതല്ലെങ്കിൽ ഹദീസ് സ്വഹാബികൾ അതിൽ നിന്ന് എങ്ങനെ തെളിവ് പിടിച്ചോ അതേപോലെ നമ്മൾ തെളിവ് പിടിക്കാൻ പാടുള്ളൂ. സ്വഹാബികൾക്കിടയിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവ് പിടിക്കുന്നതിന് ചില തത്വങ്ങളുണ്ടായിരുന്നു. ഉസൂലുൽ ഫിഖ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉസൂലുൽ ഫിഖ് നമ്മൾ പഠിക്കണം. ഉസൂലുൽ ഫിഖ് പഠിക്കാത്തവൻ എത്ര അറബി കോളേജിൽ പഠിച്ചാലും 10 അല്ല 50 വർഷം പഠിച്ചാലും അവന് ദീൻ മനസ്സിലാവില്ല. എത്ര വലിയ അറബി പണ്ഡിറ്റായിട്ടും കാര്യം, വലിയ അറബി അറിയുന്ന ആളായിരിക്കും. ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടാവും. വലിയ പ്രാസംഗികനായിരിക്കും. ഉസൂലുൽ ഫിഖ് കൃത്യമായിട്ട് മനസ്സിലായില്ലയോ അവന് ശറഅ് മനസ്സിലാവില്ല, ദീൻ മനസ്സിലാവില്ല. ദീൻ മനസ്സിലാകണമെങ്കിൽ ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞ ആ ഒരു ഫന്ന്, ആ ഒരു ആ ഒരു മേഖല പഠിച്ചേ പറ്റും. സ്വഹാബികൾക്കിടയിൽ നിലനിന്നിരുന്ന ഖുർആനെ മനസ്സിലാക്കാൻ, ഹദീസിനെ മനസ്സിലാക്കാൻ നിലനിന്നിരുന്ന തത്വങ്ങൾ എന്താണോ അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, സ്വഹാബികൾ നമ്മളൊരു ആയത്തിന് ഹദീസിനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മാനദണ്ഡമാക്കേണ്ടത് എവിടേക്കാണ്? പല ആളുകളും ഇന്ന് തെളിവ് പറയണത് അതല്ലെങ്കിൽ എൻ്റെ വാപ്പമാർ ചെയ്തതാണ്, എൻ്റെ ഉസ്താദുമാർ ചെയ്തതാണ് എന്നാണ്, എൻ്റെ പിതാക്കന്മാർ ചെയ്തതനുസരിച്ച് ഞാൻ ചെയ്യുള്ളൂ എന്നാണ്.
എവിടം വരെയും പോകും ഈ പിതാക്കൾ? 40-50 വർഷം മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെയല്ല, പിതാക്കന്മാർ പിടിച്ചാൽ സ്വഹാബികളിലേക്ക് എത്തണം. ആ പിതാക്കന്മാരെന്താണോ ചെയ്തത് അതനുസരിച്ചാണ് നമ്മൾ ചെയ്യണത്. ഓക്കെ, പ്രശ്നമില്ല. ഇനി ഈ സ്വഹാബത്തിൻ്റെ മൻഹജ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, സ്വഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് എങ്കിൽ, സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത മുഴുവൻ സ്വഹാബികളും ഏകോപിച്ച കാര്യമാണ് എങ്കിൽ അതിൽ പിന്നെ നമുക്ക് രണ്ടാമതൊരഭിപ്രായമില്ല. എന്നാൽ ചില വിഷയങ്ങളിൽ സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തു ചെയ്യണം? സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഒരു വിഷയത്തിൽ രണ്ടഭിപ്രായം വന്നിട്ടുണ്ട് എങ്കിൽ ഇതിലേതെങ്കിലും ഒന്നെടുക്കുക എന്നല്ലാതെ മൂന്നാമതൊരഭിപ്രായം സ്വീകരിക്കാൻ പാടില്ല. ഒരിക്കൽ ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞ്, ഇന്ന വിഷയത്തിൽ സ്വഹാബികൾക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്, ഞാൻ അത് രണ്ടും തള്ളിക്കളഞ്ഞ് മൂന്നാമതൊരഭിപ്രായമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇമാം അഹ്മദ് റഹിമഹുള്ള പറഞ്ഞ്, ഹാദാ ഖൗലുൻ ഖബീസ്, ഇത് മോശമായ വാക്കാണ്. ഹാദാ ഖൗലു അഹ്ലിൽ ബിദ്അ, ഇത് ബിദ്അത്തിൻ്റെ ആളുകളുടെ വാക്കാണെന്ന് പറഞ്ഞു. സ്വഹാബികൾക്കിടയിൽ രണ്ടഭിപ്രായം വന്നിട്ടുണ്ട് എങ്കിൽ ഇത് രണ്ടിലേതെങ്കിലും ഒന്നിലേക്ക് മടങ്ങുക എന്നല്ലാതെ രണ്ടിനെയും വിട്ട് മൂന്നാമതൊരഭിപ്രായം സ്വീകരിക്കുക നമുക്ക് പറ്റിയതല്ല. ചെറിയൊരു ഉദാഹരണം പറയാം. നമസ്കാരത്തിൽ ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുന്ന സമയത്ത് കൈയാണോ കുത്തേണ്ടത് കാലാണോ കുത്തേണ്ടത്? ആദ്യം സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. ചില സ്വഹാബികളുടെ അഭിപ്രായം കൈയാണ് എന്ന്, ചില സ്വഹാബികളുടെ അഭിപ്രായം കാലാണ് എന്ന്. ശരി, ഒരുത്തൻ അവൻ പറഞ്ഞു, ഞാനിതെന്ത് ചെയ്യാൻ പോണ്, ഇത് രണ്ടും ഒരുമിപ്പിക്കാൻ പോകും, കൈയും കാലും ഒരുമിച്ച് കുത്തണം. അത് പറ്റുമോ? അപ്പോൾ പിന്നെ രണ്ടുപേരെയും സ്വീകരിച്ചതായല്ല. പറ്റില്ല. ഒന്നിലെ കയ്യൂത്ത, അതല്ലെങ്കിൽ കാലൂത്ത. ഇത് രണ്ടിലേതെങ്കിലും ഒന്നേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. മറ്റേത് മൂന്നാമത്തെ അഭിപ്രായം, അത് സ്വീകരിക്കാൻ അനുവാദമില്ല. കാരണം ഹക്ക് അവരിലുണ്ട്, ഹക്ക് സത്യം അവരിലുണ്ട്. അവർക്ക് പുറത്തേക്ക് സത്യം പോവുകയില്ല. ഹക്ക് അവരുടെ കൂടെയാണ്. അവരുടെ അഭിപ്രായം വിട്ട് മൂന്നാമതൊരു അഭിപ്രായം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് ഇമാം അഹ്മദ് റഹിമഹുള്ള പറഞ്ഞത്, അതാ ഖൗലു അഹ്ലിൽ ബിദ്അ, ഇത് ബിദ്അത്തിൻ്റെ ആളുകളുടെ ഖൗലാണ് എന്ന്. ആറാമത്തെ ഖായിദ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസുകൾ പിന്നീട് വന്ന ആളുകൾ, അതല്ലെങ്കിൽ ഹദീസ് നിദാന ശാസ്ത്രം, ഉസൂലുൽ ഹദീസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെറിയ നിരക്കത് പരമാവധി മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇതെല്ലാം ആയിരിക്കും പിന്നീട് നാം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മൊബൈലുകളിലേക്ക്, അതല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പുകളിലേക്കൊക്കെ വരാം. അതിലൊന്നും പെട്ടുപോകാൻ നമ്മൾ പാടില്ല. ഹദീസുകൾ, ചില ഹദീസുകൾ വന്നിട്ടുള്ളത്, ഞാൻ ഒരു ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇപ്പോൾ ഇമാം ബുഖാരി റഹിമഹുള്ള ഒരു ഹദീസ് ഉദ്ധരിച്ചു എന്ന് വിചാരിക്കാം. ആ ഇമാം ബുഖാരി റഹിമഹുള്ള ഹദീസ് ഉദ്ധരിക്കുന്നതിനിടയിൽ ഇമാം ബുഖാരി അദ്ദേഹം ഒരു വ്യക്തിയിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ആരിൽ നിന്ന് കേട്ടു എന്ന് ഇമാം ബുഖാരി കൊടുത്തിട്ടുണ്ടാവും. ആ വ്യക്തി ഏത് സ്വഹാബിയിൽ നിന്ന് കേട്ടു എന്ന് കൊടുത്തിട്ടുണ്ടാവും. ആ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. മനസ്സിലായി? ഇമാം ബുഖാരി ഏത് വ്യക്തിയിൽ നിന്ന് കേട്ടു, അദ്ദേഹം ആരിൽ നിന്ന് കേട്ടു, അദ്ദേഹം ആരിൽ നിന്ന് കേട്ടു, അദ്ദേഹം ഏത് സ്വഹാബിയിൽ നിന്ന് കേട്ടു, ആ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു. ഇതിനെയാണ് സനദ് എന്ന് പറയുക. എന്താണ് സനദ്? മനസ്സിലായില്ലേ? ഈ സനദിൽ ചില ഹദീസുകൾ എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു സ്വഹാബി മാത്രമായിരിക്കും ഉദ്ധരിച്ചിട്ടുണ്ടാകുക. ആ ഹദീസ് ആകെ ഒരു സ്വഹാബി ഉദ്ധരിച്ചിട്ടുണ്ടാവുള്ളൂ.
ഉദാഹരണം, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അമലുകൾ. ഈ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മാത്രം സ്ഥിരപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത ഇതിനാണ് എന്താണ് ലെവൽ, തൊബക്ക എന്ന് പറയുന്നത്. തൊബക്ക, ഒന്നാമത്തെ തൊബക്ക, രണ്ടാമത്തെ തൊബക്ക, ലെവൽ എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ചില ഹദീസ് ഈ സ്വഹാബിയിൽ നിന്ന് ഉദ്ധരിച്ചതും ഒരാളെ ഉണ്ടാവുള്ളൂ. ഈ ഹദീസ് അങ്ങനെയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരാൾ മാത്രമേ ഉദ്ധരിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ അടുത്ത തൊബക്കയിലും ഒരാളെ ഉദ്ധരിച്ചിട്ടുണ്ടാവുള്ളൂ. അടുത്ത തൊബക്കയിൽ ചിലപ്പോൾ കുറേ ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ടാവും. ഓക്കെ, മനസ്സിലായോ? ക്ലിയറായ? ചിന്തിക്കാം. ഇങ്ങനെ വരുന്ന സനദുകൾ, അതായത് ഈ സനദുകളുടെ സനദിൽ ഏതെങ്കിലും ഒരു തൊബക്കയിൽ ഒരാളോ അതല്ലെങ്കിൽ രണ്ടാളോ മൂന്നാളോ മാത്രമേ ഉദ്ധരിച്ചിട്ടുള്ളൂ എങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണത്തി മതിയിട്ടാ. ഇതിൽ 100 ആൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇതിൽ 100 ആൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇതിൽ 100 ആൾ ഉദ്ധരിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിലൊരാൾ ഉദ്ധരിച്ചിട്ടുള്ളൂ. ഓക്കെ. എല്ലാത്തിലും 1-2 പേര് മാത്രം വേണമെന്നല്ല, ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം ഒരാളോ രണ്ടാളോ മൂന്നാളോ, ചുരുങ്ങിയ 1-2-3 ആളുകൾ മാത്രം ഉദ്ധരിച്ചിട്ടുള്ളൂ എങ്കിൽ അതിനെയാണ് ഖബറുൽ വാഹിദ് എന്ന് പറയുക. ആഹാദായ ഹദീസുകൾ. മനസ്സിലായ സംഭവം? മനസ്സിലായി? ഈ വേർഡ് മനസ്സിലാക്കി വെച്ചാൽ മതി. ആഹാദായ ഹദീസുകൾ. ഓക്കെ. ഏതെങ്കിലും ഒരു തൊബക്കയിൽ ഒരാൾ, രണ്ടെണ്ണത്തിലോ 2 തൊബക്കയിലും ഇതിലൊരാൾ, ഇതിൽ 2 ആൾ, ഇതിൽ 3 ആൾ, അങ്ങനെ ആയാലും ആഹാദാണ്. മനസ്സിലായോ? ഈ ആഹാദിന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മുത്തവാത്തിറാണ്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ചിന്തിക്കുക, പരമാവധി മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. മനസ്സിലാക്കിയിരിക്കൽ ഖൈറുണ്ടാവും. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന സനദിൽ എല്ലാ തൊബക്കയിലും ധാരാളക്കണക്കിന് ആളുകളുണ്ട്. 10-ൽ കൂടുതൽ, ചുരുങ്ങിയത് അങ്ങനെ കണക്കാക്കാം. ഇവിടെ 10-ൽ കൂടുതൽ സഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇവിടെ 10-ൽ കൂടുതൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇവിടെ 10-ൽ കൂടുതൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇവിടെ 10-ൽ കൂടുതൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് എല്ലാ തൊബക്കയിലും ധാരാളം ആളുകൾ ഉദ്ധരിച്ചു വന്നതിനെയാണ് മുതവാത്തിറായ ഹദീസുകൾ എന്ന് പറയുക. മനസ്സിലായോ? ഉദാഹരണം, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. ഇത് 70-ലധികം സ്വഹാബി, 70ഓളം സ്വഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ടാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ, 70ഓളം ഇതുകളുണ്ട്. എന്താണ് ആ ഹദീസിൻ്റെ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം ഒരു കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കട്ടെ എന്നാണ്. ഓക്കെ, നമ്മൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ആഹാദ് എന്താണ്, മുത്തവാത്തിർ എന്താണെന്ന് മനസ്സിലായില്ലേ? മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ എല്ലാ തൊബക്കയിലും ധാരാളം ആളുകൾ ഉണ്ടാവണം. ഇനി ചിന്തിക്കാം, ഇവിടെ വിഷയം എന്താണ്? ബിദ്അത്തിൻ്റെ കക്ഷികൾ, മുഅ്തസിലത്ത്, അതുപോലെ തന്നെയുള്ള നമ്മുടെ നാട്ടിലും ആ ആശയം പേറുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത്, ബിദ്അത്തിൻ്റെ കക്ഷികളിൽ പല ആളുകളും പറയുന്നത്, വിശ്വാസകാര്യങ്ങളിൽ മുതവാത്തിറായ ഹദീസുകൾ മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ, ആഹാദായ ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റില്ല. എന്നാൽ അമലുകളുടെ കൂട്ടത്തിൽ കർമ്മപരമായ കാര്യങ്ങളിൽ മുതവാത്തിറും സ്വീകരിക്കാം, ആഹാദും സ്വീകരിക്കാം. ഇതാണ് ബിദ്അത്തിൻ്റെ കക്ഷികളുടെ വാദം. ഇങ്ങനെ ഒരു വാദം മുൻഗാമികൾക്ക് പരിചയമില്ല. അഹ്ലുൽ ഹദീസിൻ്റെ ആളുകൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് നോക്കുക. ഹദീസിൻ്റെ നിദാനശാസ്ത്രമനുസരിച്ച് ഹദീസ് സ്വഹീഹാണോ ദുർബലമാണോ ദഈഫാണോ എന്ന് പരിശോധിക്കുന്ന ആ പരിശോധന അനുസരിച്ച് പരിശോധിച്ച് സ്ഥിരപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അഹാദായാലും ശരി മുതവാത്തിറായാലും ശരി അഖീദയിലും സ്വീകരിക്കും, കർമ്മപരമായ കാര്യങ്ങളിലും സ്വീകരിക്കും. പക്ഷേ ബിദ്അത്തിൻ്റെ കക്ഷികളുടെ അടുക്കൽ ഒരു അഹാദായ ഹദീസ് നിദാനശാസ്ത്രമനുസരിച്ച് സ്ഥിരപ്പെട്ടാലും ശരി വിശ്വാസ കാര്യങ്ങളിൽ സ്വീകരിക്കില്ല.
അങ്ങനെയാണ് പല ഹദീസുകളും നാം നേരത്തെ പറഞ്ഞതുപോലെ മരണത്തിന് ശേഷമുള്ള പല ഹദീസുകളും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തള്ളിയത്. നിങ്ങൾക്ക് ഏകദേശം മസാല ഞാൻ പറഞ്ഞത് വിഷയം മനസ്സിലായില്ലേ? ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്മുടെ വിഷയം എന്താണ്? സ്ഥിരപ്പെട്ടിട്ടുണ്ടോ അത് സ്വീകരിക്കുക എന്നുള്ളത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ ക്രോഡീകരിച്ച വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്ന ആധികാരികമായ ഗ്രന്ഥമാണ് ഏത് ഖുർആൻ കഴിഞ്ഞാൽ സഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ സ്വഹീഹ്. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ ഒന്നാമത് കൊണ്ടുവന്ന ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അതാഹദൻ. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഏറ്റവും അവസാനത്തെ ഹദീസായി കൊണ്ടുവന്ന ഹദീസാണ് കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് ഏറ്റവും എളുപ്പമുള്ളതും നാളെ തുലാസിൽ കനം തൂങ്ങുന്നതുമായ വചനമെന്ന് പറഞ്ഞു വന്ന സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് പറഞ്ഞ ഹദീസ്. അതും അഹദൻ. ഇമാം ബുഖാരിയുടെ സ്വഹീഹ് നിലകൊള്ളുന്നത് ഫസ്റ്റും അവസാനവും ആഹാദിൻ്റെ ഇടയിലാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹ്. ഇമാം ബുഖാരി നിലപാട് സ്വീകരിച്ച ആളാണെങ്കിൽ ഇമാം ബുഖാരി ഫസ്റ്റ് തന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് കൊണ്ടുവരും. പോട്ടെ, ഇമാം ബുഖാരി മാത്രമല്ല മിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒന്നാമത് കൊണ്ടുവരുന്ന ഹദീസാണ് ഏത്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഇബ്നു ഹജർ, അതുപോലെ ബഗവി, പല പണ്ഡിതന്മാർ, ഇമാം നവവി, റിയാദുസ് സ്വാലിഹീൻ, എല്ലാ മിക്ക ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും ആദ്യം കൊണ്ടുവരുന്ന ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഇസ്ലാമിൻ്റെ തൂണാണ്, അസ്ൽ എന്ന് പറഞ്ഞ ഹദീസാണ് ഇത്. പണ്ഡിതന്മാർ അതാ ഹദൻ. അപ്പം നമ്മൾ ചിന്തിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട, ഇതെല്ലാം ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ആളുകളുണ്ട്. വളരെ അത്ഭുതകരമായ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതൊന്നും പ്രചരിപ്പിക്കുന്നവരും ഇതെല്ലാം കേൾക്കുന്നവരും ജാറത്തിങ്ങ പോണവരോ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോ അല്ല. അതാണ് അത്ഭുതം. അള്ളാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, ശിർക്ക് ചെയ്ത നരകത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന, അത് പ്രബോധനം ചെയ്യുന്ന ആളുകൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള ശുബ്ഹത്തുകൾ പ്രചരിക്കുന്നത്. അവരാണിത് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് അത്ഭുതകരമായ. അപ്പോൾ നമ്മൾ അള്ളാഹനെ മാത്രം വിശ്വസിച്ച് അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അതോടുകൂടി വിശ്വാസം കഴിഞ്ഞ് 5 നേരം നിസ്കരിക്കണം, കഴിഞ്ഞ് ഇത്ര ഉള്ളോ, ഇത് മതിയോ ദീൻ? അല്ല, ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മൾ. കാരണം മുൻകാലഘട്ടത്തെ അപേക്ഷിച്ച് മുൻകാലഘട്ടത്തിൽ ഒരു ബിദ്അത്ത് പ്രചരിപ്പിക്കണമെങ്കിൽ, ആളുകൾക്കിടയിലേക്ക് അത് ഇറക്കണമെങ്കിൽ ധാരാളം പ്രയാസമുള്ള കാര്യമായിരുന്നു. എത്ര പ്രയാസപ്പെടണം. അമേരിക്കയിൽ അതല്ലെങ്കിൽ ഇറാഖിൽ ഒരു പുതിയൊരു വാദമുണ്ടായാൽ പണ്ട് കാലഘട്ടത്തിൽ അത് മക്കയിലേക്ക് എത്തണമെങ്കിൽ എത്ര പാടുണ്ട്. ഇന്നൊരൊറ്റ 2 സെക്കൻഡ് കൊണ്ട് മെസ്സേജ് അയച്ചാൽ അപ്പുറത്ത് നമ്മളിലേക്കൊക്കെ. നമ്മുടെ വീടിൻ്റെ അകത്താണ് നമ്മളെ ഭാര്യ കാണുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ മക്കളിത് കേൾക്കണ്ടാവും. പരിശോധിക്കണം നമ്മൾ. നമുക്കിങ്ങനെ ഓരോരുത്തരെ അയക്കുകയാണ്. നമ്മളെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ആളുകളുടെ തത്വങ്ങളും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ഇങ്ങനെയാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഖുറാനിൽ ഇങ്ങനെയല്ലേ, അപ്പോൾ ഇതെതിരല്ലേ എന്ന് ചോദിച്ച് സംശയം ചോദിച്ച് അയക്കുന്ന ആളുകൾ. ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ അടിസ്ഥാനങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അവസാനമായിക്കൊണ്ട് പറയട്ടെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് അറബിയിലാണ്. അള്ളാഹു അത് അവതരിപ്പിച്ചതിൻ്റെ ഉദ്ദേശം അത് കേൾക്കുന്നവർക്കത് മനസ്സിലാകണമെന്നുള്ളതാണ്. ശരിയല്ലേ? മുഖാത്തിബീങ്ങൾ, അള്ളാഹു ആരോടാണ് പറയണത് അവർക്കത് മനസ്സിലാകണമെന്നുള്ള ഉദ്ദേശം ആണ്. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുമ്പോൾ, അതല്ലെങ്കിൽ ഹദീസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ പ്രത്യക്ഷത്തിൽ അതിൽ നമ്മൾ കാണുന്ന അറബി ഭാഷയുടെ നിയമങ്ങളുമെല്ലാം വെച്ച് നമുക്ക് മനസ്സിലാകുന്ന അർത്ഥം എന്താണോ, ആ സന്ദർഭത്തിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന, വായിക്കുമ്പോൾ കിട്ടുന്ന അർത്ഥം എന്താണോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ
അതിൻ്റെ നമുക്ക് ആ വാക്ക് അതല്ലെങ്കിൽ ആ ആയത്ത് വായിക്കുമ്പോൾ കിട്ടുന്ന അർത്ഥത്തിൻ്റെ പുറകിൽ തേടിപ്പോയി, ഇതല്ലാതെ അതിൻ്റെ അടിസ്ഥാന അർത്ഥമല്ലാതെ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ആറാമത്തെയും ഭാഷാപരമായ അർത്ഥം തേടിപ്പോയി അതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത് അള്ളാഹു അവതരിപ്പിച്ചത് നേരെ മനസ്സിലാക്കാനാണ്. വലഖദ് യസ്സർനൽ ഖുർആൻ ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ എളുപ്പമാണ്, ഉറ്റാചോദിക്കുന്നത് എളുപ്പമാണ്. ഉദാഹരണം ഞാൻ പറയാം. യദുല്ലാ എന്ന് ഖുർആനിലുണ്ട്, അള്ളാഹ്ക്ക് കൈയുണ്ട് എന്നുണ്ട്. യദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറബി ഭാഷയിൽ കൈ എന്നാണ്. അത് കൈ എന്ന് തന്നെ മനസ്സിലാക്കണം. അതിനെ ചില ആളുകൾ വ്യാഖ്യാനിച്ച് അത് ഖുവ്വത്താണ്, അള്ളാഹിൻ്റെ ശക്തിയാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? പിന്നെ അള്ളാഹ്ക്ക് ശക്തി എന്ന് തന്നെ പറഞ്ഞാൽ പോലും അള്ളാഹിൻ്റെ ഉദ്ദേശം തന്നെ അള്ളാഹു ഇത് അവതരിപ്പിച്ചത് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകണമെന്നുള്ളത്. അറബി ഭാഷയുടെ നിയമങ്ങളും ആ സന്ദർഭവും കാര്യങ്ങളും വെച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാകുന്ന അർത്ഥം എന്താണോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അൻ തദ്ബഹു ബഖറ എന്ന് ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞത് എന്താണ്? ബഖറ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കുട്ടിക്കൊരു എന്താണ് അറബി ഭാഷയിൽ പശു എന്നാണ്, പശുവിനെ അറക്കാനാണ്. ഷിയാക്കൾ എന്ത് പറഞ്ഞ്? അല്ലാഹുൽ മുസ്തആൻ, അത് ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു. ബഖറ എന്നതിൻ്റെ ഉദ്ദേശം ആയിഷ റളിയല്ലാഹു അൻഹ. എവിടെ നിന്ന് കിട്ടുന്നത്? ബഖറക്ക് ആയിഷ എന്ന് പറയണോ? എങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കും? ഇത്ര വ്യാഖ്യാനിക്കുക അള്ളാഹ്ക്ക് നേരിട്ട് പറഞ്ഞാൽ പോലും. എന്തിനാണ് ഇത്ര പിന്നിലേക്ക് അർത്ഥത്തെ തേടിപ്പോണത്? എങ്ങനെ ബഖറൻ ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കണം? ബഖറ എന്ന് പറഞ്ഞാൽ പശുവാണ്, അതിനങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട വിഷയമാണ്. എന്നാൽ ചില സമയങ്ങളിൽ എന്താണ്, എന്തെങ്കിലും യോജിച്ച മാനദണ്ഡങ്ങൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് മാറ്റേണ്ടതായ, നിർബന്ധമായും മാറ്റേണ്ടതായ വല്ല മാനദണ്ഡങ്ങൾ യോജിച്ചു വന്നാൽ മാറ്റേണ്ടതുമാണ്, മനസ്സിലാക്കേണ്ടതുമാണ്. ഇതൊക്കെ ദീൻ ശരിക്കും നമ്മൾ ആയത്തിൽ പഠിക്കണം സഹോദരങ്ങൾ, പഠിക്കാൻ തയ്യാറാണ്. നമ്മളെ ആഖിറത്തിനെ ബാധിക്കണ വസിയ്യത്തായിട്ട് നിങ്ങളോട് പറയും. ദീൻ നമ്മൾ പഠിക്കുന്നവരാണ്. അത് ഈ ക്ലാസ് വെറുതെ കേട്ടത് പഠനമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്, കേൾവി മാത്രമേ ഉള്ളൂ. ഇത് നാളെ ചോദിച്ചാൽ ഇതിൽ 10 പോയിൻ്റ് പറഞ്ഞാൽ 2 പോയിൻ്റ് നാളെ, 5 പോയിൻ്റ് നാളെ പറയാൻ പറ്റുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ് ചോദിച്ചാൽ 2 പോയിൻ്റ് പറയാൻ പറ്റുള്ളൂ. ഒരു മാസം കഴിഞ്ഞ് ചോദിച്ചാൽ അന്ന് എന്തൊക്കെ ഉസ്താദ് പറഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു വിഷയം. ഒരു വർഷം കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്ലാസ് നടന്നിട്ടുണ്ടായിരുന്നല്ലേ, ഉണ്ടാവും. ഇതാണ് യാഥാർത്ഥ്യം. ക്ലാസ് കുറെ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, പഠിക്കണം, ഇതെന്ന് പഠിക്കണം. വസ്അലിൽ ഖറിയ എന്നുണ്ട്. ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ വന്നിട്ട് വാപ്പാനോട് പറയണത്, വാപ്പാക്ക് വിശ്വാസമാകാണ്ടായപ്പോൾ വസ്അലിൽ ഖറിയത്തല്ലത്തി കുന്നാ ഫിഹ, ഞങ്ങൾ ഉണ്ടായിരുന്ന ആ നാടിനോട് ചോദിക്കുക. വസ്അലിൽ ഖറിയ, ആ ഗ്രാമത്തോട് ചോദിക്കുന്നതാണ്. വസ്അലിൽ ഖറിയ, ആ നാടിനോട് ചോദിക്കാൻ പറ്റുമോ? ഗ്രാമത്തോട് ചോദിക്കാൻ പറ്റുമോ? ഗ്രാമം ജീവനുള്ള സാധനങ്ങാനാണോ? അല്ല. ഇവിടെ ഉദ്ദേശം എന്താണ്? വസ്അൽ അഹ്ലൽ ഖറിയ, ആ നാട്ടിലെ ആളുകളോട് ചോദിക്കുക എന്ന്. ഇവിടെ ആ അർത്ഥത്തിൽ നിന്ന് മാറ്റേണ്ടി വരും. കാരണം എന്താണ്? ഇവിടെ ഒരിക്കലും യോജിക്കില്ല. യോജിക്കുമോ? വസ്അലിൽ ഖറിയ എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരോട്, ആ നാടിനോട്, ഗ്രാമത്തോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരിക്കലും നടക്കാത്തവരാണ്. അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ട്, അത് വേറെ. എന്നാൽ ഈ ബിദ്അത്തിന്റെ കക്ഷികൾ, അവരുടെ വാദം എന്താണ്? വാഹിർ, ഈ നേരിട്ട് മനസ്സിലാക്കുന്ന അർത്ഥം എടുത്താൽ അത് കുഫ്റാണെന്നാണ്. അള്ളാഹ്ക്ക് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അത് കുഫ്റാണെന്ന് അവരുടെ വാദം. അങ്ങനെ ഖുർആൻ മൊത്തം നമ്മൾ എന്ത് ചെയ്യും? എല്ലാ വേർഡിൻ്റെയും ആന്തരിക അർത്ഥങ്ങളുള്ളിൽ തേടിപ്പോണ്ടേ. എന്തൊരു പ്രയാസമായിരിക്കുള്ളൂ ഖുർആൻ മനസ്സിലാക്കാൻ, എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അള്ളാഹു എന്താണ് ഖുർആൻ പറഞ്ഞു? ഒരു സൂറത്തിൽ തന്നെ 4 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ എളുപ്പമാക്കിയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നവർക്ക് ഉറ്റാലോചിക്കുന്നത് എളുപ്പമാണെന്ന് അള്ളാഹു. എന്താ ഇത്ര എളുപ്പമായ ഖുർആൻ? ഒരു പ്രാവശ്യം വായിച്ചപ്പോഴും കേട്ടപ്പോഴും സഹാബികൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ, എല്ലാം ഒഴിവാക്കി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായ ഖുർആൻ ധാരാളക്കണക്കിന് പിന്നാമ്പുറങ്ങൾ തേടിപ്പോയി ചിന്തിച്ചിട്ടാണ്? അല്ല. അപ്പോൾ നമ്മൾ ദീൻ പഠിക്കാൻ നമ്മൾ ഏതാനും ചില അടിസ്ഥാനങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവതരിപ്പിച്ച ദീൻ, സഹോദരങ്ങളെ, ദീൻ പഠിക്കുന്നതിൽ ഒരു ലദ്ദത്തുണ്ട്, ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ഒഴിവാക്കി ദീൻ പഠിക്കും. ആ ആനന്ദത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളതിൻ്റെ വില മനസ്സിലാക്കാത്തത്.
ദീൻ പഠിക്കുക എന്നുള്ളത് തന്നെ ഇബാദത്താണ്. ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നിരന്തര ഇബാദത്തിലാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇബാദത്തിലാണ്. അതൊരു അറബി കോളേജിൽ പോയും ഏതെങ്കിലും ഷെയ്ഖന്മാരുടെ അടുത്ത് 3-4 വർഷം ഇവിടുന്ന് കെട്ടും കിടക്കെടുത്ത് പോയി പഠിക്കണമെന്നില്ല, എന്നാൽ തന്നെ ത്വാലിബാവുന്നൊന്നുമില്ല. മനസ്സലക്ക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഖറല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന എന്ന ആ ഹദീസിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, യൽതമിസു എന്ന് പറഞ്ഞാൽ ഒരു അന്ധനായ ആൾ തൊടുന്നതിനാണ്. അന്ധനായ ആൾ തൊട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ എന്നതുപോലെ ഒരു ദിവസം ഒരു ഹദീസ് വേണ്ട, ഒരു ദിവസം ഒരായത്ത് പറ്റുന്നത് പോലെ ഒരു ദിവസം ഒരായത്ത് പഠിക്കുക. അവനിതിൽ പെടും, ഈ ഹദീസിൽ പെടും. 3 വർഷം അറബി കോളേജിൽ തന്നെ പോയവൻ മാത്രമല്ല മതവിദ്യാർത്ഥി. തെറ്റിദ്ധാരണയാണ്. പറ്റുന്നത് പോലെ നമുക്ക് എങ്ങനെ ദീൻ പഠിക്കാൻ പറ്റുമോ അത് പഠിക്കുക, കൃത്യമായ സ്രോതസ്സിൽ നിന്ന്. കൃത്യമായും ശിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും ആളുകളാണ് എന്ന് വ്യക്തമായ ആളുകളുടെ വാക്ക് എത്ര ഭംഗിയുള്ളതാണെങ്കിലും കേൾക്കരുത്. അങ്ങനെയാണ് മുൻഗാമികൾ പറഞ്ഞത്. കേൾക്കരുതെന്ന്. വൈൻ സഖ്റഫൂക്ക്, അവർ നിന്നെ അത്ഭുതപ്പെടുത്തിയാൽ, അവരുടെ വാക്ക് നിനക്ക് അലങ്കാരമായി തോന്നിച്ചാലും കേൾക്കാൻ പോകരുത്. കൃത്യമായ സ്രോതസ്സിൽ നിന്ന് മാത്രം ഇൽമു സ്വീകരിക്കുക. ഹക്കിൻ്റെ ആളുകളിൽ നിന്ന് മാത്രം പഠിക്കാൻ തയ്യാറാകുക. ഹക്ക് ഹക്കായും ബാത്തിലായി മനസ്സിലാക്കാനും അത് പിൻപറ്റാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.